നായ്ക്കളിലെയും പൂച്ചകളിലെയും ഡയബറ്റിസ് അതായത് പഞ്ചസാരയുടെ അസുഖത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. പഞ്ചസാരയുടെ അസുഖം ഡയബറ്റിസ് മെലിറ്റസ് എന്ന അസുഖത്തെക്കുറിച്ച് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് ഡോഗ്സിനും ക്യാറ്റ്സിനും വളരെ കോമൺ ആയിട്ടുണ്ടാകുന്നതാണ്. ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ എക്സസീവായിട്ട് വെള്ളം കുടിക്കാതെ പോളിഡിപ്സിയ, ഒരുപാട് തടി വയ്ക്കുക, ചിലപ്പോൾ മെലിഞ്ഞു പോകുക, അതുപോലെ തന്നെ കണ്ടമാനം മൂത്രം ഒഴിക്കുക. പോളിഡിപ്സിയ, പോളിയൂറിയ, അതായത് കണ്ടമാനം വെള്ളം കുടിക്കുക, കണ്ടമാനം മൂത്രം ഒഴിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ചില ഡോഗ്സ് തടി വയ്ക്കുന്നു, ചില ഡോഗ്സ് മെലിഞ്ഞും പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയ അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ഉണ്ടാകുകയും റിക്കറൻ്റ് ആയിട്ടുള്ള സ്കിൻ ഡിസീസസ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയ ഡോഗ്സ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, പെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. അതിൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കാൻ പറ്റും. ഇനി പ്രൈമറി ഡയബറ്റീസ് ആണോ എന്ന് അറിയാൻ പറ്റും, സെക്കൻഡറി ഡയബറ്റീസ് ആണോ എന്ന് അറിയാൻ പറ്റും. ഏത് തരത്തിലാണ് പ്രൈമറി ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണെന്ന് അറിയാൻ പറ്റും. മനുഷ്യനുള്ളതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഡോഗ്സിനും ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് ഡോഗ്സിന് കൂടുതൽ കാണപ്പെടുന്നത്. പൂച്ചയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡയബറ്റീസിന് ഫലപ്രദമായ ചികിത്സയുണ്ട്, ഇൻസുലിൻ തെറാപ്പിയുണ്ട്. ഇൻസുലിൻ നമുക്ക് ഡോഗ്സിന് മാത്രം കൊടുക്കുന്ന ഇൻസുലിൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്.